നമുക്ക് പ്ലസ് വണ്ണിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഈ ചാപ്റ്ററിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതുപോലെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, അതുപോലെ സാറ്റലൈറ്റ്സിൻ്റെ മോഷൻ, സാറ്റലൈറ്റ്സിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ശ്രദ്ധിക്കൂ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡീസും പരസ്പരം അട്രാക്ട് ചെയ്യുന്നു എന്നാണ്. എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. എല്ലാ ബോഡീസും പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെ ബോഡീസ് തമ്മിലുള്ള അട്രാക്ഷൻ ബോഡിയുടെ മാസിനെയും, ഏത് ബോഡീസ് തമ്മിലാണോ അട്രാക്ട് ചെയ്യുന്നത് ആ ബോഡീസ് തമ്മിലുള്ള മാസിനെയും, ബോഡീസിന്റെ മാസിനെയും ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സപ്പോസ് ഞാനിവിടെ രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യുന്നു. ഒന്നാമത്തെ ആളിന്റെ മാസ് m1, രണ്ടാമത്തെ ആളിന്റെ മാസ് m2. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ, എപ്പോഴും അട്രാക്റ്റീവ് ആണ്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് m1 m2. F proportional to m1 m2, directly proportional to the product of their masses. എന്ന് പറഞ്ഞാൽ മാസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും. രണ്ട് ഹെവിയർ ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ രണ്ട് ലൈറ്റർ ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാൾ കൂടുതലാണ്. അതുപോലെ ഫോഴ്സ് is inversely proportional to square of the distance between them. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും. അപ്പോൾ ഈ രണ്ട് റിലേഷനിൽ നമുക്ക് മനസ്സിലാകുന്നത് മാസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും. ഇവ രണ്ടുപേരും ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ F പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഇക്വാളിറ്റി സൈൻ ആക്കണം. അതിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ. F ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. F is equal to capital G m1 m2 divided by r സ്ക്വയർ. ഇവിടെ എന്താണ് ക്യാപിറ്റൽ G? ക്യാപിറ്റൽ G എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ 6.67 into 10 raised to minus 11. 6.67 into 10 raised to minus 11 Newton meter square per kilogram square. Newton meter square per kilogram square. ഇതാണ് ക്യാപിറ്റൽ ജിയുടെ വാല്യൂ. ക്യാപിറ്റൽ ജി is called universal gravitational constant. Universal gravitational constant. Universal gravitational constant. Universal gravitational constant എന്ന് പറയും. Capital G is equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square and is called universal gravitational constant.
നമുക്ക് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ മാത്തമാറ്റിക്കൽ ഫോമിനെ നമുക്ക് വെക്ടർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വെക്ടർ ഫോമിൽ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G m1 m2 divided by r square into unit vector r cap. യൂണിറ്റ് വെക്ടർ r cap ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, every body in the universe attracts each other with a force which is directly proportional to the product of their masses and is inversely proportional to the square of the distance between them. നമുക്കിനി ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒന്ന്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. Gravitational force is the weakest force in nature. നേച്ചറിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമുക്കറിയാമല്ലോ, നേച്ചറിൽ ഫണ്ടമെന്റൽ ആയിട്ട് 4 ഫോഴ്സസ് ആണുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇങ്ങനെ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് ഉള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ്, ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. രണ്ടാമതായിട്ട്, gravitational force is always attractive. Gravitational force is always attractive. നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ അട്രാക്റ്റീവും ആകാം, റിപ്പൾസീവും ആകാം. ചാർജസ് തമ്മിൽ അട്രാക്ഷനുമുണ്ട്, റിപ്പൾഷനുമുണ്ട്. മാഗ്നറ്റ്സ് തമ്മിൽ അട്രാക്ഷനുണ്ട്, റിപ്പൾഷനുമുണ്ട്. പക്ഷേ 2 മാസസ് തമ്മിൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. 2 മാസസ് തമ്മിൽ റിപ്പൾഷൻ ഇല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. 3, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ മുൻപൊരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സെൻട്രൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം. എ ഫോഴ്സ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ട്രാവേഴ്സ്ഡ്. ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ട്രാവേഴ്സ്ഡ്. അങ്ങനെയാണെങ്കിൽ അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത്. അങ്ങനെയാണെങ്കിൽ അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് എന്ന് പറയാം. ഇവിടെ
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. 5, it is an action reaction pair. It is an action reaction pair. ഞാൻ ഈ പെൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പെൻ എർത്തിനെ അട്രാക്ട് ചെയ്യുന്നു, അതുപോലെ എർത്ത് ഈ പെന്നിനെയും അട്രാക്ട് ചെയ്യുന്നു. ഈ രണ്ട് ഫോഴ്സും സെയിം ആണ്. ഈ രണ്ട് ഫോഴ്സും ഒരേ സമയം ആക്ട് ചെയ്യുന്നു. ഈ രണ്ട് ഫോഴ്സും ഒരേ സമയം ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഈ രണ്ട് ഫോഴ്സും രണ്ട് ഡിഫറെന്റ് ബോഡീസിൽ ആക്ട് ചെയ്യുന്നു. രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഏത് ഫോഴ്സ് വെച്ചാണോ എർത്ത് ഈ പെന്നിനെ എർത്തിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്, അതേ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് വെച്ച് തന്നെയാണ് ഈ പെൻ എർത്തിനെ മേളിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് an action reaction pair. It is an action reaction pair. ആറാമതായിട്ട്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് intervening medium. It is independent of intervening medium. മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ട് മാസസ് തമ്മിലുള്ള ഫോഴ്സ്, ഈ മാസസ് എവിടെയാണ് ആയിരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ രണ്ട് മാസുകൾ ചിലപ്പോൾ എയറിലായിരിക്കാം, ഈ രണ്ട് മാസുകൾ ചിലപ്പോൾ വെള്ളത്തിലായിരിക്കാം, ഈ രണ്ട് മാസുകൾ ചിലപ്പോൾ വാക്വത്തിലായിരിക്കാം, ഈ രണ്ട് മാസുകൾ ചിലപ്പോൾ ഓയിലിലായിരിക്കാം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റർവീനിങ് മീഡിയം. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ അല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. രണ്ട് മാഗ്നറ്റ്സ് തമ്മിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് തമ്മിലുള്ള ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. പക്ഷേ രണ്ട് മാസസ് തമ്മിലുള്ള ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റർവീനിങ് മീഡിയം. ഇന്റർവീനിങ് മീഡിയത്തെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. Gravitational force is central force. Gravitational force is conservative force. It is an action reaction pair. Gravitational force is independent of intervening medium. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട characteristics of gravitational force. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് acceleration due to gravity. Acceleration due to gravity. ശ്രദ്ധിക്കുക, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എർത്തിന്റെ സർഫസിലായിരിക്കുന്ന ഒരു ബോഡിക്ക് അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ. സപ്പോസ് ഇത് എർത്താണ് എന്ന് കരുതുക. എർത്തിന്റെ മാസ് ക്യാപിറ്റലും എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. എർത്തിന്റെ സർഫസിൽ ഒരു കുഞ്ഞു ബോഡിയുണ്ട് ഓഫ് മാസ് സ്മോൾ എം. ഈ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ബോഡി എർത്തിന്റെ സർഫസിലായിരിക്കുമ്പോൾ ഈ ബോഡിക്ക് വെയിറ്റ് ഉണ്ടല്ലോ. ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുക. ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുക. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബോഡിയുടെ വെയിറ്റ് W
ഈസ് ഈക്വൽ ടു mg. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mg. ഇക്വേഷൻ നമ്പർ 1. പക്ഷേ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് എർത്തും ഈ ബോഡിയും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? ഇറ്റ് ഈസ് F is equal to capital G, capital M, small m divided by capital R square. Question number 2. നമ്മൾ പഠിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ G m1 m2 by r സ്ക്വയർ എന്നാണ്. ഇവിടെ m1 എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M, m2 എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസിലിരിക്കുന്ന കുഞ്ഞു ബോഡി ഓഫ് മാസ് സ്മോൾ m, r is capital R, the distance between them. ഇക്വേഷൻ 1ന്റെയും 2ന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് ഫോഴ്സ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ്സ് ക്യാൻ ബി ഇക്വേറ്റഡ്. റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ mg is equal to capital G, capital M, small m divided by r square. m cancel ആകും. or G is equal to capital G, capital M divided by r square. ഇതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ. സ്മോൾ g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G, ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇവിടെ ക്യാപിറ്റൽ G എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ നമുക്കറിയാം. ക്യാപിറ്റൽ M എന്താണ്? എർത്തിന്റെ മാസ്, അതിന്റെ വാല്യൂ നമുക്കറിയാം. ക്യാപിറ്റൽ R എന്താണ്? എർത്തിന്റെ റേഡിയസ്, അതിന്റെ വാല്യൂ നമുക്കറിയാം. ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ, ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ, ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ജി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.8 meter per second square. This is the value of acceleration due to gravity on the surface of Earth. Earthന്റെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഇത്രയുമാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എർത്തിന്റെ സർഫസിൽ അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എല്ലാ പോയിന്റിലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണോ? അല്ല. എർത്തിന്റെ സർഫസിൽ നിന്ന് മേളിലോട്ട് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വ്യത്യാസമുണ്ടാകും. എർത്തിന്റെ സർഫസിൽ നിന്ന് താഴോട്ട് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വ്യത്യാസമുണ്ടാകും.